ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ബ്രേക്ക് ലൈനിലേക്ക് പ്രഷർ കൊടുക്കുന്ന മോട്ടറാണിത്. ഈ മോട്ടറിലൂടെയാണ് ബ്രേക്ക് ലൈനിലേക്ക് ഫ്ലൂയിഡിനെ തള്ളാനായിട്ടുള്ള പ്രഷർ കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഡിസ്മാൻഡിൽ ചെയ്യാം. ഓൾറെഡി ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഹേ ഗൈസ്, നമ്മളിത് ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ 4 പോർട്ടാണ് വന്നത്. ഈ 4 പോർട്ടിൻ്റെ പേരാണ് സോളിനോയിഡ് വാൽവ്. അതേപോലെ തന്നെ ഇതിനകത്ത് കോപ്പർ മാഗ്നറ്റിക് വയറാണ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചില വണ്ടികളിൽ, അതായത് 4 വീലറിലേക്കെല്ലാം വരുമ്പോഴത്തേക്കും ഈ സോളിനോയിഡ് വാൽവിൻ്റെ ഈ മോൾ ഭാഗത്ത് വന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടായിരിക്കും. ഇതിനകത്ത് വന്നിരിക്കുന്നത് മെറ്റൽ ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ ഇതിനകത്തേക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് കയറുമ്പോഴത്തേക്കാണ് ഈ കോപ്പർ വയർ ഷോർട്ടാവും. അതേപോലെ തന്നെ ഇത് വർക്കിംഗ് ചെയ്യാണ്ട് വരുമ്പോഴത്തേക്കും ഇവിടുന്നും ഫ്ലൂയിഡ് കടന്ന് നമ്മുടെ ബാക്ക് സൈഡിലേക്കുള്ള ബോർഡിലേക്കും എത്തും. അപ്പോൾ ഇതിനകത്തുള്ള ചെറിയ ചെറിയ ഡയോഡ്സ് ഉണ്ട്, ഈ ബ്ലാക്ക് കളർ കണ്ടില്ലേ, അതെല്ലാം കത്തിപ്പോവും. ലാസ്റ്റ് മെയിനായിട്ടുള്ള ഡയോഡ്സും കത്തും. അങ്ങനെയാണ് ഈ പറയുന്ന വയറിംഗ് കിറ്റൊക്കെ കത്തിയെന്ന് നമ്മൾ കേൾക്കുന്നത്. ഇത് കത്തിപ്പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഓടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വയറിംഗ് കിറ്റ് കത്തിപ്പോവും. ചില വണ്ടികളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം പറഞ്ഞ ABS മൊഡ്യൂളിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് എന്ന് പറയുന്നത്. ഇതതിൻ്റെ മറ്റൊരു സൈഡാണ്, അതായത് ടോപ്പ് പോർഷൻ. ഇതാണ് നമ്മുടെ ABS ലൈനിലേക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യണ മോട്ടർ. ഇത് കറങ്ങുമ്പോഴാണ് പ്രഷർ ക്രിയേറ്റ് ആയി വരുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഇതിപ്പോൾ ഓൾറെഡി തന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നോർമലി മെക്കാനിക്സിനല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇവിടെ FW, അതേപോലെ തന്നെ FM, RM, RW എന്ന് പറയണ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, FW എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് വീലിലേക്ക് പോണ ലൈനെയും, FM എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ സിലിണ്ടറിലേക്ക് പോണ ലൈനെയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ RWയും RMഉം. അതായത് നമ്മുടെ ഒന്ന് നമ്മുടെ വീലിലേക്കും ഒന്ന് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ക്യാനില്ലേ അതിനകത്തേക്കും പോണ ലൈനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാക്സിമം സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നോക്കിയിട്ട് സെറ്റ് ചെയ്യണം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, മെക്കാനിക്സിന് വേണ്ടിയിട്ടല്ല പറയുന്നത്. ഓക്കെ.